സർ, യഥാർത്ഥത്തിൽ CPM-നെ ഇത്രയും രക്ഷിച്ചത് പിണറായി വിജയനാണോ? അല്ല, നമ്മളിപ്പോ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ നോക്കിയാൽ ഇപ്പൊ ഇത് പറയുമ്പോൾ എല്ലാവർക്കും തന്നെ കേൾക്കുമ്പോൾ തന്നെ ചിരി വരികയോ അല്ലെങ്കിൽ നമ്മളെ തെറി പറയാൻ ഓങ്ങുകയോ ഒക്കെ ചെയ്യും. അപ്പൊ ഓങ്ങിക്കോട്ടെ, അതിന് കുഴപ്പമില്ല, വേണമെങ്കിൽ തെറി താഴെ എഴുതിക്കോട്ടെ. അപ്പൊ അത് അറിഞ്ഞുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ മണ്ടന്മാരായിട്ടല്ല. എപ്പോഴും ഈ പോപ്പുലർ നിലപാടിനൊപ്പം നിൽക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമാണ്. ഞാൻ ചില കണക്കുകൾ താങ്കളോട് പറയാം. ഇപ്പൊ കഴിഞ്ഞ തവണ, അതായത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് 2019, അതായത് വലിയ തിരിച്ചടി CPM-ന് നേരിട്ട 2019 നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ആ 19-ൽ LDF-ന് കിട്ടിയിട്ടുള്ളത് അന്ന് 71,56,000 വോട്ടുകളാണ്. അതേസമയം ഈ കഴിഞ്ഞ 2024 ലോക്സഭയിലേക്ക് കിട്ടിയത് 65,90,000 വോട്ടുകളാണ്. എന്ന് പറഞ്ഞാൽ നമുക്കൊരു 66 എന്ന് വേണമെങ്കിൽ കണക്കൂട്ടാം. ഒരു 10,000 വോട്ട് കൂടിയാണെങ്കിൽ 66 ആവും. അപ്പൊ അത്തരം വോട്ടുകളാണ് കിട്ടിയിട്ടുള്ളത്. 66 ലക്ഷം വോട്ടും 71 ലക്ഷം വോട്ടാണ് 2019-ലും 2024-ലും കിട്ടിയത്. ലോക്സഭയുടെ പാറ്റേൺ അല്ല, ഞാൻ ആയിക്കോട്ടെ, ഞാൻ പറയണത് എന്താണ്, ലോക്സഭയിൽ CPM അമ്പേ തകർത്തടിച്ചൊരു പാറ്റേൺ ആണല്ലോ. അതവിടെ നിൽക്കട്ടെ, നിങ്ങൾ ചിരക്കൂട്ടണ്ട. എനിക്ക് മനസ്സിലായി ഇത് തെറ്റാണെന്ന് പറയാനുള്ള ഒരു വ്യഗ്രത എല്ലാവർക്കും ഉണ്ടാവും. ഈ താഴെ വീഡിയോ കാണുന്നവർക്കൊക്കെ ഉണ്ടാവും. അതുണ്ടായിക്കോട്ടെ, നല്ല കൈതരിക്കും നമുക്ക്. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലേക്ക് വരാം. ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ 73.69% ആളുകളാണ് വോട്ട് ചെയ്തത്. അതായത് ഒരു അത്ര ആളുകൾ വോട്ട് ചെയ്തു. ആ ടോട്ടൽ ഇലക്ട്രേറ്റ് 2,84,00,000 അപ്പൊ അതിൽ നിന്ന് 71% ആളുകൾ വോട്ട് ചെയ്തപ്പോൾ സംഭവിച്ച വോട്ടിംഗ് പാറ്റേൺ എന്താണെന്ന് അറിയാമോ? UDF-ന് കിട്ടിയത് 80,72,480 വോട്ടുകളാണ്. 80 ലക്ഷം. അതേസമയം ലോക്കൽ ബോഡിയിൽ LDF-ന് കിട്ടിയത് 69,57,600 വോട്ടുകളാണ്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 2024 ലോക്സഭയിൽ 66 ലക്ഷം കിട്ടിയതിൽ നിന്ന് ഏതാണ്ട് ഒരു 70 ലക്ഷത്തിലേക്ക് ലോക്കൽ ബോഡി ആയപ്പോൾ CPM-ന്റെ വോട്ട് വർദ്ധിച്ചു. അതിനുശേഷം പക്ഷെ രണ്ടിലും തകർന്ന് തരിപ്പണമാണ് ചെയ്തത്. അതെ, രണ്ടിലും തകർന്ന് തരിപ്പണമാണ്. പക്ഷെ അതിൽ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ ആന്റി ഇൻകുംബൻസി വർക്ക് ചെയ്തു, അല്ലെങ്കിൽ ഏറ്റവും വലിയ തിരിച്ചടി തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ നേരിട്ടു എന്ന് പറയുന്ന സമയത്ത് പാർലമെന്റിൽ കിട്ടിയതിനേക്കാൾ വോട്ടുകൾ കൂടുതൽ കിട്ടി. അവർക്ക് 4 ലക്ഷത്തോളം വോട്ടുകൾ കൂടുതൽ കിട്ടി. ഏതാണ്ട് 70 ലക്ഷത്തോളം വോട്ടുകൾ. 70 ലക്ഷത്തിൽ കൂടുതൽ ഉണ്ടാവും, ഒരു 70-70 ഉണ്ടാവും. കാരണം ഇൻഡിപെൻഡന്റായി മത്സരിച്ചവരുടെ കണക്കുകൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഒരു പാർട്ടിയുടെ. അപ്പോൾ ഒരു 70,50,000 എന്ന്, അല്ലെങ്കിൽ പോട്ടെ 71 ലക്ഷം എന്ന് നമുക്ക് കണക്കൂട്ടാം. അതിനേക്കാൾ സത്യത്തിൽ പിണറായി വിജയന് എതിരായ വികാരം കൂടുതലാണെങ്കിൽ, എന്റെ ചോദ്യം എത്ര ഉള്ളൂ, എന്റെ വലയോ കൂടുതലാണെങ്കിൽ ശരിക്കും പിണറായിയെ മുൻനിർത്തി ഏറ്റവും കൂടുതൽ ആളുകൾ എതിരായി വോട്ട് ചെയ്യേണ്ട ഒരു തെരഞ്ഞെടുപ്പ് നിയമസഭയാണ്. മനസ്സിലായോ? ഇപ്പൊ ലോക്സഭയിലേക്ക് CPM-ന് ഒക്കെ ഞങ്ങൾ വോട്ട് ചെയ്തില്ല, കാരണം CPM-ന് വോട്ട് ചെയ്തില്ല, പകരം UDF-ന് വോട്ട് ചെയ്തു എന്ന് പറയാൻ മടിയില്ലാത്ത ആളുകൾ, അതേപോലെ തന്നെ നിങ്ങൾ അറിയേണ്ടത് ഈ പറയുന്ന ലോക്കൽ ബോഡിയിൽ നിന്നാണ് തൊട്ടടുത്ത് നിൽക്കുന്ന, അതായത് ലോക്കൽ ബോഡിയിലുള്ള ആളുകൾക്ക് എതിരായിട്ടുള്ള ആളുകൾ, അവരോട് തീർച്ചയായിട്ടും വോട്ട് ചെയ്യാതിരുന്ന ജനം, അതായത് ഒരു 9 ലക്ഷത്തോളം കൂടുതൽ ആളുകൾ എവിടെ വോട്ട് ചെയ്തു? ഈ പറയുന്ന 10 ലക്ഷത്തോളം ആളുകൾ കൂടുതലായിട്ട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന് വോട്ട് ചെയ്തു, ഈ തകർച്ചയിലും എന്നുള്ളത് നമ്മൾ കാണണം. പിന്നെ നമുക്കത് സത്യത്തിൽ ഈ കണക്കുകളൊന്നും പരിശോധിക്കാതെ നമുക്ക് വലിയ തകർച്ചയായി തോന്നുന്നതിന്റെ കാര്യം, അവർക്ക് 99 സീറ്റുകൾ ഉണ്ടായിരുന്നു. തുടർഭരണം വരുമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നു. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം വരുമ്പോൾ ഒരു ആഘാതം ഉണ്ടാവില്ലല്ലോ. അപ്പൊ അത് അങ്ങനെ പ്രതീക്ഷിക്കുന്നു, അല്ലെങ്കിൽ കുറച്ചുകൂടി വലിയ ടൈറ്റ് ആയിട്ടുള്ള ഫൈറ്റ് പ്രതീക്ഷിക്കുന്നു. ഇത് രണ്ടും സംഭവിക്കാതെ അടപടലം തകർന്നപ്പോൾ ആളുകൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അപ്പോഴും നിങ്ങൾ അറിയേണ്ടത് 80 ലക്ഷം വോട്ടുകൾ കിട്ടി. ഞാൻ പറഞ്ഞു തന്നില്ല. പക്ഷെ ഇതൊക്കെ ആണെങ്കിലും നമുക്കറിയാം, കഴിഞ്ഞ തവണ, അതായത് LDF 2021 നേടിയിട്ടുള്ള 94,34,00,000 വോട്ടുകളിൽ നിന്ന് 14,14,00,000 വോട്ടുകൾ കുറവാണ്. ശരിയാണ്. പക്ഷെ ഞാൻ എന്റെ ചോദ്യം ഒറ്റ ചോദ്യമുള്ളൂ. CPM-ന്റെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് 65 ലക്ഷത്തിലേക്ക് തകർന്നുപോയ CPM, അതായത് 66 ലക്ഷത്തിലേക്ക് തകർന്നുപോയ CPM, 71.5 ലക്ഷത്തിലേക്ക് ലോക്കൽ ബോഡിയിൽ തകർന്നുപോയ CPM, അതിനേക്കാൾ കൂടുതൽ വോട്ട് എങ്ങനെയാണ് പിണറായി നേതൃത്വം കൊടുക്കുന്ന ഒരു ക്യാമ്പയിന് കിട്ടിയത് എന്നുള്ളത് ഒരു വലിയ ചോദ്യമല്ലേ? ആ ചോദ്യം മാത്രമേ ഉള്ളൂ. രണ്ടാമതൊരു കാര്യം കൂടി പറയാം. ഇനി ഏറ്റവും അടുത്തൊരു കാര്യം കൂടി പറഞ്ഞാൽ, മറ്റൊരു ഫാക്ടർ ഉണ്ട്. നമ്മൾ ഈ ലഭിച്ചിട്ടുള്ള ടോട്ടൽ വോട്ടുകൾ എന്ന് പറയുന്നത് ചില മണ്ഡലങ്ങളിലെ MLA-മാരുടെ പ്രിഫറൻസും ഉണ്ടല്ലോ പല മണ്ഡലങ്ങളിലും, അതുകൂടി നമ്മൾ കണക്കാക്കണ്ടേ? അല്ല, അപ്പൊ ഞാൻ പറഞ്ഞു ഒറ്റ കാര്യമുള്ളൂ. ഈ തിരിച്ചടി എന്ന് നമ്മൾ പറയുമ്പോൾ ഇനി വേറൊരു കാര്യം, ഞാൻ മുഴുവൻ പറഞ്ഞു തരുന്നില്ല. 2016 ഇവർക്ക് കിട്ടിയ വോട്ട് 87,28,000 വോട്ടാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ 2016 വോട്ടുകളുമായി കമ്പയർ ചെയ്താൽ ഏതാണ്ട് 7,28,000 വോട്ടിന് എന്തുള്ളൂ
കുറവുള്ളൂ. മനസ്സിലായേ? 2024 കമ്പയർ ചെയ്താൽ 13.5 ലക്ഷം വോട്ടിന്റെ കുറവുണ്ട്. അത് വലിയ കുറവാണ്, സംശയമില്ല. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് അടുത്തത് ചിന്തിക്കേണ്ടത്. ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് ഒരു 9%, 13 എന്നൊക്കെ പറയും, 13 എണ്ണത്തിൽ കുറെയൊക്കെ ഈ പാർട്ടികൾ സപ്പോർട്ട് ചെയ്യുന്ന ഇൻഡിപെൻഡന്റ് കാൻഡിഡേറ്റ്സിനെയാണ്. അപ്പൊ ഞാൻ കൃത്യമായി കണക്ക് പറഞ്ഞ ഒരു 9% വോട്ടുകൾ, അതായത് ഈ 2 ലക്ഷത്തിൽ ഏതാണ്ട് ഒരു 2 കോടിയിൽ ഏതാണ്ട് ഒരു 18 ലക്ഷത്തോളം വോട്ടുകൾ, അല്ലെങ്കിൽ ഒരു 20 ലക്ഷത്തിനടുത്തുള്ള വോട്ടുകൾ അതേഴ്സിന് കിട്ടിയിരുന്ന വോട്ടുകളുണ്ട്. ഏത്? ഈ പറയുന്ന നമ്മുടെ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ. അപ്പൊ അത്തരത്തിൽ ചിഹ്ന ഭിന്നമായി പോയ വോട്ടുകളെ കൂടി സമാഹരിക്കാൻ ഇവിടെ കോൺഗ്രസിന് കഴിഞ്ഞു. കാരണം കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി 1 കോടി ക്രോസ് ചെയ്യുന്ന ഏറ്റവും ആദ്യത്തെ ഇലക്ഷനാണ്. അപ്പൊ അത്തരത്തിൽ ഈ വലിയൊരു കൺസോളിഡേഷൻ അപ്പുറത്തുണ്ടായി എന്നുള്ളതാണ്. അത് ന്യൂനപക്ഷങ്ങളുടെ കൺസോളിഡേഷൻ ഉണ്ടായി, പ്ലസ് ഇടതുപക്ഷത്ത് നിന്നുള്ള വിരുദ്ധ ആളുകളുടെ കൺസോളിഡേഷൻ ഉണ്ടായി. അത് യഥാർത്ഥത്തിൽ ഇപ്പൊ അതോടൊപ്പം തന്നെ ബിജെപിയുടെ 31 ലക്ഷം അവർ നിലനിർത്തുകയും ചെയ്തു. മനസ്സിലായി? അതായത് 38 ലക്ഷം ലോക്സഭയിലേക്ക് കിട്ടിയില്ല. പക്ഷെ ആ വോട്ടുകളും ഭൂരിപക്ഷം പോയേക്കണ ആർക്കാണ്? ഇവർക്കാണ് പോയേക്കണേ, അതായത് കോൺഗ്രസിനാണ് പോയേക്കണേ. അപ്പൊ അത്തരത്തിലുള്ളൊരു പാറ്റേണിൽ ഏതാണ്ട് CPM എന്ന് പറയുന്ന ഒരു പാർട്ടി ഒറ്റക്കും, ഞാൻ പറയണത് CPM എന്ന് പാർട്ടി ഒറ്റക്കും. അപ്പൊ നിങ്ങൾ CPI കേരള കോൺഗ്രസിലെ നമ്മൾ ഒരു 80 ലക്ഷത്തിൽ ഒരു 75 ലക്ഷം CPM. ഞാൻ പറയണത് 75 കൂട്ടിയാൽ മതി. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം CPM അല്ല, അതൊന്നുമല്ല. നിങ്ങൾ പറയണ വോട്ടിനൊക്കെ അവിടെ കിട്ടും. ഞാൻ പറയണത് CPM എന്ന് പറയുന്ന ഒരു പാർട്ടി ഒറ്റക്കും തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട് എല്ലാ സോഷ്യൽ ഗ്രൂപ്പുകളും കൂടി അണിനിരന്ന ഒരു ഇലക്ഷനാണിത്. അതായത് 2020 കിഴക്കമ്പലത്ത് മത്സരിച്ചു പോയി. കാരണം അത് 2020 ഒറ്റക്കും തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട് മറ്റേ SDPI, ജമാഅത്തെ ഇസ്ലാമി, എല്ലാ പാർട്ടികളും, അതായത് CPI, CPM എന്നാണ് കോൺഗ്രസ്, എല്ലാ പാർട്ടികളും പോലും അവരെ എതിർക്കുന്നു. ആ എതിർക്കുന്ന ലെവലിലേക്കായി പോയി. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ പണ്ട് ഞങ്ങളാണ് ശരിയായ ഇടതുപക്ഷം എന്ന് പറയുന്ന ഇടതുപക്ഷത്ത് നിന്ന് വിട്ടുപോയിട്ടുള്ള മാധ്യമ പ്രവർത്തകർ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ മുതൽ, അതായത് തുറന്നു തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മൃതിയും ഹാഷിം താജ് ഇബ്രാഹിം മുതൽ കേരളത്തിലെ വലിയ ബുദ്ധിജീവികൾ എന്നറിയപ്പെടുന്ന സച്ചിദാനന്ദൻ മാഷും പ്രേംകുമാറും വരെയുള്ള ആളുകൾ അടക്കം എല്ലാവരും എതിരായി നിന്നപ്പോ സ്വാഭാവികമായിട്ടും CPM അടിതെറ്റി താഴേക്ക് വീണു. കൂടാതെ ആ പ്രചരണങ്ങളിൽ CPMന്റെ അണികളും CPMന്റെ കേഡർ വോട്ടുകളും കൂടി എന്ത് ചെയ്തു പോയി? മൊത്തം നഷ്ടപ്പെട്ടു, ഒലിച്ചുപോയി. പക്ഷെ അപ്പോഴും നിങ്ങൾ അറിയണത് മൊത്തമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അല്ല, ഞാൻ പറയുന്നത് നമ്മൾ ഈ 80 ലക്ഷം വോട്ടിൽ ഒരു 70 ലക്ഷം വോട്ട് CPMന് കിട്ടിയെന്ന് കണക്കാക്കാം. BJPക്ക് 38 ലക്ഷം വോട്ടുണ്ടല്ലോ. ഈ 38 ലക്ഷം വോട്ടിൽ ഒരു 20 ലക്ഷം വോട്ട് BJP വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, താങ്കളുടെ പോയിന്റ് എപ്പോഴും BJP വർദ്ധിപ്പിക്കുന്നതാണ്. BJP വർദ്ധിപ്പിക്കുന്ന അതിലൊന്നും നമുക്ക് സംശയമില്ല. നമ്മുടെ ഡിസ്കഷൻ അതല്ലാത്തതുകൊണ്ടാണ്. അല്ല, വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പ്രശ്നം ഒറ്റ കാര്യമുള്ളൂ. ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് അങ്ങോട്ട് വരുമ്പോ തന്നെ ശരിക്കും പറഞ്ഞാൽ ഡ്രസ്സ് പോലും ഇടാതെ ചാടിത്തുള്ളിക്കൊണ്ട് അതാ CPM അടപടലം തകർന്നിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ഈ കണക്കിൽ നിന്ന് എന്തല്ല ബോധ്യപ്പെടില്ല. എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഈ തകർച്ചയിൽ പോലും, അതായത് വലിയ ഭരണവിരുദ്ധ വികാരവും വലിയ ക്യാമ്പയിനും പിണറായിക്കെതിരെ കഴിഞ്ഞ 10 കൊല്ലമായി CPMനെതിരെ ഉണ്ടായിട്ടുള്ള ഒരു ക്യാമ്പയിൻ, ആ ക്യാമ്പയിനിൽ ഞാൻ പറയാൻ വന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇത് പിണറായിക്കെതിരെയുള്ള വീഴ്ച മാത്രമല്ല, ഇത് യഥാർത്ഥത്തിൽ പാർട്ടിക്കെതിരെയുള്ള വലിയൊരു തരംഗം കൂടിയാണ്. കാരണം സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നത് പിണറായിയാണ് ഒരു പരിധിവരെ പിടിച്ചു നിർത്തിയത്, പാർട്ടിക്കെതിരെയാണ് വലിയടി ഉണ്ടായിട്ടുള്ളത്. കാരണം പാർട്ടിയില, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, പാർട്ടിയില ലോക്കലായിട്ടുള്ള നേതാക്കന്മാരും ഏരിയ കമ്മിറ്റി മെമ്പർമാരും ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരും പഞ്ചായത്ത് മെമ്പർമാരും അടക്കമുള്ള ആളുകൾ ആ ജനത്തിനോടുള്ള കണക്ട് വിട്ടുപോയത് കൊണ്ടാണ് ഈ പറയുന്ന ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ ഇത്ര വലിയ തിരിച്ചടിയുണ്ടായിട്ട്. ആ തിരിച്ചടിയാണ് യഥാർത്ഥത്തിൽ, ആ തിരിച്ചടിയിൽ നിന്ന് കുറച്ചെങ്കിലും കരകയറാനാണ് പിണറായിയുടെ നേതൃത്വം സഹായിച്ചത്. പക്ഷേ അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 15 സീറ്റായിരുന്നു ലഭിക്കേണ്ടിയിരുന്നത്, അതിപ്പോ 35 ആയത് ഭാഗ്യം. അല്ല, ഞാൻ പറഞ്ഞത് സത്യം പറഞ്ഞാൽ 10 സീറ്റോ 12 സീറ്റിലോ ഒക്കെ എന്ത് ചെയ്താലും എനിക്ക് പോരെ. കാരണം ഇപ്പൊ ലോക്സഭയിലേക്ക് കിട്ടിയ 66 ലക്ഷം വോട്ടാണെങ്കിൽ എന്ത് ചെയ്താലേ അടപടലം തകർന്നു വോട്ടെ. അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന മറ്റേ ലോക്കൽ ബോഡിയിലേക്ക് കിട്ടിയിട്ടുള്ള വോട്ടുകൾ, അതായത് 33.45 ലക്ഷം എന്ന് പറഞ്ഞാൽ 69 പോട്ടെ 70 ലക്ഷം വോട്ടുകൾ, 60 നിയമസഭാ മണ്ഡലങ്ങളിൽ മുന്നിട്ട് നിന്നു. അല്ല, മുന്നിട്ട് നിന്നത് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ അതിനേക്കാൾ വലിയ അത്രയും കൺസോൾട്ടേഷൻ ഉണ്ടായില്ല എന്നുള്ളതാണ് ഇവിടെ. അതല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ പിണറായിക്ക് എന്ത് ചെയ്യാൻ പറ്റി? മേടിക്കാൻ പറ്റി. എന്നിട്ടും ഈ പറയുന്ന പോലെ എന്ത് ചെയ്തു? ഈ പറയുന്ന സീറ്റുകൾ എന്ത് ചെയ്തു? കുറഞ്ഞു. അല്ല, അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അതിന്റെ പ്രധാനപ്പെട്ട കാര്യം അപ്പുറത്തുള്ള കൺസോൾട്ടേഷൻ കൂടി CPM കാണാതിരുന്നൊരു കാര്യം ഞാനിത് നേരത്തെ മുൻകൂട്ടി പറഞ്ഞതാണ്. അതായത് ഈ അതേഴ്സ് എന്ന് പറയുന്ന ഇൻഡിപെൻഡന്റ് ആയിട്ട് മത്സരിച്ച ആളുകളുടെ നമ്പർ ഭയങ്കര കൂടുതലാണ് ഇവിടെ ഈ പറയുന്ന ലോക്കൽ ബോഡി. ആ ലോക്കൽ ബോഡിയിൽ ആ വോട്ടുകൾ മൊത്തം ആർക്ക് പോയി? UDF അപ്പുറത്തേക്ക് പോയി. അല്ലെങ്കിൽ 57-58 സീറ്റ് ഇപ്പോഴും കിട്ടിയാലേ.
പക്ഷെ അത് മൊത്തത്തിൽ അപ്പുറത്തേക്ക് പോയപ്പോ കളി മാറി. കാരണം 9%. ഈ 9% വോട്ടുകളുടെ ഡിഫറൻസ് ആണ് ഇപ്പൊ സത്യത്തിൽ ആര് തമ്മിലുള്ളത്? LDF-ഉം UDF-ഉം തമ്മിലുള്ളത്. അതുകൂടാതെ BJP-യിൽ നിന്ന് വോട്ടുകൾ ഇങ്ങോട്ട് കിട്ടിയുമില്ല. സാധാരണ പറഞ്ഞ പോലെ തിരിച്ചു വരുമെന്ന് പറയുന്ന പ്രതീക്ഷ ഉണ്ടായില്ല. BJP ഏതാണ്ട് ഏറെക്കുറെ, ഞാൻ പറയണത് ഓക്കെ, ലോക്കൽ ബോഡി പിന്നെ ഇതിലുള്ള വോട്ട് നമ്മൾ നോക്കട്ടെ, ലോക്സഭയിലേക്ക് ആ വോട്ടുകളിൽ അത്ര പിടിച്ചിരുന്നെങ്കിലും ലോക്കൽ ബോഡിയിലെ വോട്ടുകൾ ഏതാണ്ട് അവർക്ക് പിടിച്ചു നിർത്താൻ പറ്റി. അപ്പൊ അത്തരത്തില് വലിയ തോതിൽ പിടിച്ചു നിർത്താൻ പറ്റി. ഇനി വേറൊരു കാര്യം കൂടി പറയാം. ഇതിൽ ശരിക്കും പറഞ്ഞാൽ 2020 എന്ന് പറയുന്ന പാർട്ടിക്കൊക്കെ അല്ലെങ്കിൽ ഘടകകക്ഷികൾക്കൊക്കെ നിരവധി സീറ്റുകൾ കൊടുത്തു. ആ സീറ്റുകൾ കിട്ടിയ സ്ഥലങ്ങളിലെല്ലാം അതുകൊണ്ട് വലിയ അഡ്വാൻറ്റേജ് ഉണ്ടായിട്ടുള്ളത് ആർക്കാണ്? UDF-നാണ്. കാരണം വെച്ചാൽ ഇവർക്ക് കിട്ടേണ്ട വോട്ട് കൂടി എന്ത് ചെയ്തു? UDF-ന് പോയി. അഖിൽമാരെ കിട്ടതുകൊണ്ട് ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ ഉമാ തോമസ് ഒക്കെ പുള്ളിക്കാരി പോലും സ്വപ്നം കാണാത്ത ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. മനസ്സിലായി? തൊട്ടപ്പുറത്ത് അഖിൽമാരാണ്. 83,000 വോട്ടുകളാണ് ഉമാ തോമസിന് ലഭിച്ചത്. അപ്പൊ അതാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ അവിടെ പക്ഷേ ഇടതുപക്ഷത്തിന്റെ കാൻഡിഡേറ്റിന് 30,000-33,000 വോട്ടുകൾ. അല്ല, ഇതിന്റെ പ്രചരണം എന്തായിരുന്നു? പ്രചരണം നേരെ തിരിച്ചായിരുന്നു നിന്ന്. VN വാസവനെ ജയിക്കാൻ വേണ്ടിയിട്ട് അവിടെ എന്ത് ചെയ്യുന്നു? ആതിരാടി നേരെ ഇട്ടിരിക്കുന്നു. തൃപ്പൂണിത്തുറയിൽ KN ഉണ്ണികൃഷ്ണൻ ജയിക്കാൻ വേണ്ടി എന്ത് ചെയ്തിരിക്കുന്നു? അഞ്ജലിയിൽ ഇട്ടിരിക്കുന്നു. അതുപോലെ ഇത്തരത്തിൽ ഇട്ടിരിക്കുന്നു എന്നാണ് പ്രചരണം. ഞാൻ പറഞ്ഞത് വന്നത്, എന്റെ വാദം അതാണ്. ഈ പ്രചരണത്തെ, ഈ തെറ്റായ പ്രചരണത്തെ വളരെ കൃത്യമായി കൗണ്ടർ ചെയ്യാനായിട്ട് എന്ത് ചെയ്തില്ല? പറ്റില്ല. ഞാൻ താങ്കളോട് തുറന്നു പറയാം, വളരെ സത്യസന്ധമായി ഞാൻ പറയണേ, ഞാൻ പറഞ്ഞതാണ് ഈ എറണാകുളത്തുള്ള 5 മണ്ഡലങ്ങൾ, നിലവിലുള്ള മണ്ഡലം നിലനിർത്തണമെന്നുണ്ടെങ്കിൽ അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് മൈക്രോ ലെവലിലുള്ള പ്രചരണം ആവശ്യമാണ്. അല്ലാതെ നിങ്ങൾ മറ്റേ തിരുവനന്തപുരത്ത് നിന്ന് AK സെന്ററിൽ നിന്നോ അല്ലെങ്കിൽ വേണമെങ്കിലും ഭയങ്കരമായിട്ട് ഒരു 50 കാർഡോ 150 കാർഡോ ഉണ്ടാക്കി വേണ്ടിയിട്ട് കോമൺ ആയിട്ട്, കാരണം ഇവിടുത്തെ ഇഷ്യൂ എന്താണ് എന്ന് മനസ്സിലാക്കിയ ഒരു മൈക്രോ ലെവലിലുള്ള പ്രചരണം ആവശ്യമാണ്. യഥാർത്ഥത്തിൽ ഇത്തവണ അത് വളരെ ഭംഗിയായി നടപ്പിലാക്കിയ ഒരു പാർട്ടി BJP ആണ്. BJP-ക്ക് മനസ്സിലായി ഈ വെറുതെ 140 മണ്ഡലങ്ങളിലൊക്കെ വെറുതെ അലഞ്ഞിരിഞ്ഞ് നടന്നിട്ടൊന്നും യാതൊരു കാര്യവും ഇല്ല. പകരം അവരെന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ശക്തിയുക്തം അവരെന്ത് ചെയ്തു? വലിയ കോടിക്കണക്കിന് രൂപ അവിടെയും കൂടി ചെലവഴിക്കേണ്ടടുത്ത് അവരെന്ത് ചെയ്തു? നേമത്തും കഴക്കൂട്ടത്തും അതുപോലെ തന്നെ മറ്റേ ആറ്റിങ്ങലിലും വട്ടിയൂർക്കാവിലും വട്ടിയൂർക്കാവിൽ അവർക്ക് ചെലവഴിച്ചിട്ട് കാര്യമെന്ന് മനസ്സിലായി. കുറച്ച് കഴിഞ്ഞാൽ ചാത്തന്നൂരൊക്കെ ചെലവഴിച്ചു, തിരുവല്ലയിലും ഒക്കെ ചെലവഴിച്ചു. ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഇതാ, അങ്ങനെയുള്ള ഒരു 40 മണ്ഡലങ്ങളിൽ വന്ന് മറ്റേ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യണം എന്ന് വിചാരിച്ചു. ഇത്തരത്തിലുള്ള ഒരു വർക്ക് ചെയ്യേണ്ടി വരുമെന്ന് CPM വിചാരിച്ചില്ല എന്നുള്ളത് എന്നെ വളരെയധികം സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ ഞാനിത് മുൻകൂട്ടി പറഞ്ഞതായതുകൊണ്ട് ഈ നമ്മൾ താങ്കളോടാണെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ താങ്കൾക്ക് മനസ്സിലാവില്ല. അവിടെ ഒരു കുഴിയുണ്ട് കേട്ടോ, അവിടെ വീഴുമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ താങ്കൾക്ക് മനസ്സിലാവില്ല. പക്ഷെ വീണ് കഴിയുമ്പോൾ താങ്കൾ എന്ത് ചെയ്യും? നമ്മളെല്ലാം നമ്മുടെ ജീവിതത്തിലെല്ലാം നമ്മൾ വളരെ സ്നേഹത്തോടെ, ഇതിപ്പോ എനിക്ക് തോന്നുന്നില്ല, പക്ഷെ CPM-ന്റെ നേതാക്കന്മാർ അത് ഓർക്കും എന്നുള്ള കാര്യം തോന്നുന്നു. അതൊക്കെ ഓർക്കും, അതൊക്കെ വ്യക്തിപരമായ ഒരു ഓർക്കും. പരമായിട്ട് ഓർക്കാതെ അതൊക്കെ വളരെ ഇഷ്ടമാണ്. എനിക്കത് ഓർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞത് ഇപ്പൊ നമ്മുടെ എല്ലാ ജീവിതത്തിലുള്ള ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? തല്ലിയ ടീച്ചർമാരോടൊക്കെ നമുക്ക് അന്നേരം ദേഷ്യം തോന്നും. പക്ഷെ നമ്മൾ പിന്നീട് 10-20 വയസ്സ് കഴിയുമ്പോൾ ബോധം വെച്ചാൽ നമുക്ക് തോന്നും, ദൈവം ആ ടീച്ചർമാരൊക്കെ എത്ര ആത്മാർത്ഥമായിരുന്നു, നമ്മളെ പഠിപ്പിക്കാനുള്ളതായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇത് വളരെ കൃത്യമായി ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ നടന്ന ഒരു പരിപാടിയാണ്. ഇനി മറ്റൊരു കാര്യം കൂടി താങ്കളോട് പറയാം. ഈ 5 കൊല്ലവും ഈ UDF-ന്റെ ജയിച്ചിട്ടുള്ള, പ്രത്യേകിച്ചും കോൺഗ്രസിന്റെ ഒക്കെ ജയിച്ചിട്ടുള്ള 63 MLA-മാരും പണിയെടുത്തില്ലെങ്കിൽ മുസ്ലിം ലീഗിന് പേടിക്കാനല്ല. മുസ്ലിം ലീഗിന് പണിയൊന്നും എടുക്കണ്ട, സേഫാണ്. കാരണം എന്താ വെച്ചാൽ അവിടെ പൊന്നാനിയിലാകെ ഔഷാദ് അലി മാത്രം പണിയെടുത്താൽ മതി, ബാക്കി ആരും പണിയൊന്നും എടുക്കണ്ട. കാരണം എന്താ വെച്ചാൽ വെറുതെ എന്ത് ചെയ്യാം, വെറുതെ നടക്കാം. അവിടെ വഴി കൂടിയൊക്കെ വെറുതെ നടന്നാൽ മതി. ഇനി ആളെ കട്ടിലേക്ക് കുഴപ്പമില്ല, വേണമെങ്കിൽ ഗൾഫിൽ പോയിരുന്നിട്ട് തിരിച്ചു വന്ന് മത്സരിച്ചാലും ജയിക്കും. മനസ്സിലായി? പക്ഷെ പ്രധാനപ്പെട്ടൊരു കാര്യമുള്ളത്, ഈ 63 MLA-മാർ അടുത്ത തവണ ജയിക്കണമെന്നുണ്ടെങ്കിൽ അവരും ഇന്നു മുതലേ എന്ത് ചെയ്തേ പറ്റൂ? പണിയെടുത്തേ പറ്റും. അപ്പൊ അതുകൊണ്ട് ഇതിന്റെയൊക്കെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റടിക്ക് വളരെ പരന്നൊരു വായന ഉണ്ടാവും. ഞാനിപ്പോ ഇന്നലെ താങ്കളോട് പറഞ്ഞു, ഇതിന്റെ കണക്കുകൾ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ കണക്കുകൾ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, CPM തകർന്നു എന്നുള്ളത് ശരിയാണ്. ഇപ്പൊ ഒരു മാർജിനൽ നമ്പറിൽ CPM തകർന്നു എവിടെ? ലോക്സഭയിലേക്ക്. പക്ഷെ CPM-നെ പറ്റി ഏറ്റവും വലിയ പ്രശ്നം ഈ ലോക്സഭയിലേക്കും അതുപോലെ ലോക്കൽ ബോഡിയിലേക്കും എന്തുകൊണ്ടാണ് വോട്ട് കുറഞ്ഞതെന്ന് ഇനി മുമ്പ് പഠിക്കേണ്ടതാണ്. അത് പഠിച്ചിട്ടില്ല. അപ്പൊ അത് പഠിക്കാത്തതുകൊണ്ടാണ് ഇപ്പൊ എന്ത് ചെയ്തത്. പക്ഷെ സത്യം പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിക്കൂ, എല്ലാ കുറ്റവും പിണറായിലേക്ക് ചൂണ്ടുമ്പോൾ അദ്ദേഹത്തെ മുഖം കാണിച്ച് നിർത്തിയിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ അതിനേക്കാൾ 10 ലക്ഷം വോട്ടാണ് എന്ത് കൂടിയത്. ഒന്നുമില്ലെങ്കിൽ ഒന്ന് ആലോചിക്കുക, 10 ലക്ഷം വോട്ട് എന്ത് ചെയ്ത് കൂടിയിട്ടുണ്ട്. അത് നിസ്സാര കാര്യമില്ലല്ലോ. നമ്മള് പൊതുവെ ഇപ്പൊ പോലും ആളുകൾ ഉണ്ടാക്കുന്ന നറേറ്റീവ് എന്താ പുള്ളിയോട് ജനത്തിന് ഭയങ്കര വെറുപ്പാണെന്ന്. എന്താണ് ഈ പറയണത്? ഇനിയിപ്പോ താങ്കൾ പറഞ്ഞ പോലെ അടുത്ത ന്യായീകരണം പറയാം. എന്താ പറയുക, ഇത്രയും ദിവസം പുള്ളിയോട് വെറുപ്പാന്ന് പറഞ്ഞു, ഇപ്പൊ 10 ലക്ഷം കൂടി എന്ന് പറയുമ്പോൾ അടുത്ത പറയാം അതിപ്പോ ഓരോ MLA-മാരോടുള്ള ഇഷ്ടം കൊണ്ട് അവർ വോട്ട് ചെയ്തു. പക്ഷെ ഞാൻ പറയണത് ഈ MLA-മാരോടുള്ള ഇഷ്ടം കൊണ്ട് 5 ലക്ഷം വോട്ട് കൂടിയെന്നായിരിക്കും. പക്ഷെ എങ്കിൽ പോലും 5 ലക്ഷം വോട്ട് എന്തില്ലേ, പുള്ളി 1 ലക്ഷം വോട്ടെങ്കിലും പുള്ളിയുടെ കൂടത്തിലും കൂടിയിട്ടില്ലേ?
അപ്പൊ ആ കാര്യത്തിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം, ഇത് ആരും പറയാത്തൊരു കാര്യമാണ്, ഞാനാണ് ആദ്യമായിട്ട് പറയുന്നത്, ഇതിന്റെ തെറി മുഴുവൻ ഞാൻ കേട്ടോളാം. നേരത്തെ പല ആളുകൾ പറഞ്ഞത് പിണറായിനെ മാറ്റിയിട്ട് വേറെ ആരെങ്കിലും അങ്ങ് എടുത്തു വെച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്താനെ ഭയങ്കര ഗംഭീരമായ വിജയം. നേതാക്കൾ തന്നെ പറയുന്നുണ്ട്, സെബാസ്റ്റ്യൻ പോൾ തുറന്ന് പറഞ്ഞിട്ടുണ്ട്, പലരും അവര് തന്നെ പറയുന്നുണ്ട്. അല്ല, സെബാസ്റ്റ്യൻ പോളൊക്കെ LDF-ന്റെ നേതാവെന്നൊന്നും പറയാൻ പറ്റില്ല. പുള്ളി ഇവിടെ ഒരു എന്താണ് പുള്ളി ഇൻഡിപെൻഡന്റ് പല ചിന്തകളും പുള്ളി പങ്കുവെക്കുന്ന ഒരാളാണ്. അല്ലെ, പുള്ളി മിടുക്കനാണ്, പുള്ളി പറയുന്ന കാര്യം മുഴുവൻ തെറ്റാണെന്നൊന്നും അല്ല. അവരുടെ നേതാക്കൾക്ക് ഇതിന്റെ CPM നേതാക്കൾക്ക് മനസ്സിലാകാത്ത കാര്യം എന്താണെന്ന് അറിയാമോ? ഈ പ്രചരണത്തിൽ അവരും കൂടി കുടുങ്ങിയേക്കണേ. പക്ഷെ അത് പറയാനുള്ള ധൈര്യം ഇപ്പോഴും ഉണ്ടായിട്ടില്ല. ഇല്ല, ഞാൻ താങ്കളോട് തുറന്നു പറഞ്ഞാൽ പല നേതാക്കളും ഈ പ്രചരണത്തിൽ അവർ പോലും കുടുങ്ങിയിട്ടുണ്ട്. കാരണം എന്താ, ഒന്ന് ആലോചിച്ച് നോക്കൂ, എല്ലാവരും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏത് ഇയാളെ മാറ്റിയിട്ട് വല്ല ശൈല ടീച്ചർ എടുത്തു വെച്ചിരുന്നെങ്കിൽ ഈ പ്രസ്ഥാനം ഗംഭീരമായിട്ട് വിജയിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊന്നും ഫാക്ച്വൽ അല്ല. ഇതൊക്കെ ജനങ്ങൾ കരുതിയിരുന്നതാണ്. ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഇവരെ തോപ്പിക്കണമെന്ന് ജനം കരുതിയിരുന്നതാണ്. അല്ല, ജനം കരുതിയിരുന്നതിന്റെ ദേഷ്യം മുഴുവനാണ് പാർലമെന്റിലടക്കം തീർത്തത്. പിന്നെ ഏറ്റവും കുറഞ്ഞ പക്ഷെ ഞാൻ പറയുന്നത് CPM അടക്കമുള്ള ഒരു പാർട്ടി, പാർട്ടി പിണറായി വിജയൻ പാർട്ടിയും പിണറായി വിജയനും ഒക്കെ തന്നെ ആലോചിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഈ ലോക്കൽ ബോഡിയിലും അതുപോലെ തന്നെ ഇവിടെയും കിട്ടുന്ന വോട്ട് എന്തുകൊണ്ടാണ് പാർലമെന്റിലേക്ക് കിട്ടാത്തത്? അത് പിടിച്ചിരുത്താൻ പറ്റണമെന്ന് വിചാരിക്കണ്ടേ? അല്ലേ, അത് പാർട്ടി വോട്ടാക്കി മാറ്റാൻ പറ്റില്ല. ജനങ്ങൾ വലിയ രീതിയിൽ കൺസിഡർ ചെയ്യുന്നു. അത് വിചാരിച്ചിട്ടില്ല. പക്ഷെ അതിനും അപ്പുറത്തേക്ക് ഇവര് വിചാരിച്ചൊരു കാര്യമുണ്ട്, അതൊന്നും കുഴപ്പമില്ലെന്നേ, നമ്മൾ നിയമസഭയിൽ എന്തായാലും ജയിച്ചാൽ മതി. അതാണ് വലിയ തലവേദന. ഇനി ഇതില് വേറൊരു കാര്യം കൂടി നമ്മളോട് പറയാം. ഇതില് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആരാണ് CPM-ന്റെ ഒരേ ഒരു നേതാവ് ജയിച്ചിരുന്നു MP ആയിട്ട്? ആരാ ജയിച്ചത്? കെ രാധാകൃഷ്ണൻ. എന്തുകൊണ്ട് ജയിച്ചു? വ്യക്തിപ്രഭാവം കൊണ്ടായിരിക്കും. കെ രാധാകൃഷ്ണന് മറ്റേ ഈ ബാക്കി മത്സരിച്ച് എല്ലാരെയും എന്തുകൊണ്ട് ചോദിപ്പിച്ചു? എന്തുകൊണ്ട് കെ രാധാകൃഷ്ണൻ മാത്രം ജയിച്ചു? അപ്പൊ നമ്മൾ പറയും അവിടെ മാത്രം ഭയങ്കര ഗുണം CPM കോട്ട ചെയ്തുകൊണ്ട്. അതുകൊണ്ടല്ലല്ലോ, ഒറ്റക്കാര്യമുള്ളു. അവിടെ ആരായിരുന്നു മുൻപ് MP? ആരായിരുന്നു? ഒന്നാം അവരുടെ കയ്യിരിപ്പുണ്ട്, രണ്ടാമത്തെ ആരുടെ കയ്യിരിപ്പ്? കെ രാധാകൃഷ്ണ ഒരു വളരെ സ്നേഹത്തോടെയാണ് ആളുകൾ കണ്ടേക്കണം. അപ്പൊ അതുകൊണ്ട് എന്തില്ല, വിരോധമില്ല. മനസ്സിലായി? അപ്പൊ ബാക്കിയുള്ള ആളുകളോടൊക്കെ എന്ന് പറഞ്ഞാൽ ഇവൻ മറ്റേ CPM-കാരാണെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഇപ്പൊ പാർട്ടിക്കകത്തുള്ള വലിയ പ്രശ്നങ്ങളും പാർട്ടിയുടെ നിലപാടുകളും ചിരിക്കാതെ ആളുകളോട് വളരെ സൗഹാർദ്ദപരമായി ഇടപെടാത്തതും ഒക്കെ വലിയ പ്രശ്നമാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഹങ്കാരവും ഈ ധാർഷ്ട്യവും ഒക്കെ ഈ അല്ല, ഞാൻ പറഞ്ഞത് അത് പാർട്ടിയോട് അത്ര ദേഷ്യം ഉണ്ടായത്, പിണറായിയോട് അത്ര ഇല്ല. കാരണം 10-10 കൂടി പോട്ടെ, അതിൽ 1 ലക്ഷമെങ്കിലും പിണറായിയുടെ അക്കൗണ്ടിൽ എന്ത് ചെയ്യാം? മനസ്സിലായി? അപ്പൊ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും വലിയ വിരോധം ആരോടെ ഉണ്ടായില്ല, പിണറായിയുടെ ഉണ്ടായില്ല എന്നുള്ളതാണ് കണക്കുകൾ വെളിവാക്കുന്ന ഒരു കാര്യം. പക്ഷെ പാർട്ടി എത്തിപ്പെട്ടേക്കുന്നത് വലിയ പ്രതിസന്ധിയിലാണ്. കാരണം അതുകൊണ്ട് ഉത്തരം എനിക്ക് തോന്നുന്നു പിണറായി പറയേണ്ടി വരും. പിണറായി പറയേണ്ടി വരും ഉറപ്പായിട്ടും. കാരണം എന്ന് വെച്ചാൽ പിണറായിയാണ് ഇതിന്റെ അത് മാത്രമല്ല, ഇനി ഒരു മടങ്ങി വരവുമില്ല, അത് നമുക്ക് ഉറപ്പാണ്. അല്ല, അതൊന്നും ഇപ്പൊ അദ്ദേഹം പോലും പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. കാരണം അതിലൊന്നും അദ്ദേഹത്തിന് ഒരു ബുദ്ധി, ഈ ആളുകൾ പറയുന്ന പോലെ ഏതാണ് അധികാരം നഷ്ടപ്പെട്ടാൽ അദ്ദേഹത്തിന് വലിയ പ്രശ്നം അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാവില്ല. മടങ്ങി വരവിന്റെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞത് അദ്ദേഹം മടങ്ങി വരേണ്ട ആവശ്യമില്ല, പാർട്ടി മടങ്ങി വന്നാൽ മതി. ആ പാർട്ടി മടങ്ങി വരണമെങ്കിൽ പാർട്ടി പ്രവർത്തകർക്ക് തോന്നുന്നുണ്ട്. അല്ല, ഞാനിത് എന്ത് തോന്നണ്ടേ? അല്ല, ഇന്ന് തന്നെ വീഡിയോ എടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നാണ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി സെക്രട്ടേറിയറ്റും കൂടുന്നത്. അപ്പൊ ആരെങ്കിലും ഒക്കെ അയച്ചു കൊടുത്ത് ഇതിൽ കുറച്ചുപേര് എന്ത് ചെയ്യും? കാണും. അല്ല, കണക്കുകളൊക്കെ അവർ പരിശോധിക്കും. പക്ഷെ കണക്ക് പരിശോധിക്കുമ്പോഴും എന്തെങ്കിലും അയഥാർത്ഥ്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. യഥാർത്ഥത്തിൽ ഞാൻ പറയുന്ന ഒരു കാര്യം, ഇത് ഗവൺമെന്റിനെതിരെയുള്ള ഒരു തിരിച്ചടി മാത്രമല്ല, ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം, ഇത് ഈ CPM എന്ന് പറയുന്ന പാർട്ടിക്കെതിരെയുള്ള ഒരു തിരിച്ചടിയാണ്. അതിപ്പോ നേരെ ഒറ്റടിക്ക് ഗോവിന്ദൻ മാഷിലേക്കൊക്കെ മാത്രം കൊണ്ട് വെച്ച് കിട്ടിയിട്ടൊന്നും കാര്യമില്ല. കാരണം ഗോവിന്ദൻ മാഷ വരുന്നതിന് മുമ്പ് തന്നെ ഈ പാർട്ടിയിൽ കടന്നുകൂടിയിട്ടുള്ള നിരവധി അനഭിലഷണീയമായിട്ടുള്ള പ്രവണതകൾ ഉണ്ടായിരുന്നു. ആ പ്രവണതകൾക്കെതിരെയുള്ള വലിയ ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. അതുകൊണ്ട് ഈ വേറൊരു കാര്യം കൂടി പറയാം നിങ്ങളോട്. ഇപ്പൊ ഇതൊക്കെ പറയുമ്പോൾ വേണമെങ്കിൽ ന്യായീകരണം പറയാൻ അപ്പുറത്ത് കോൺഗ്രസ് ചെയ്യുന്നില്ല, അവർ കോൺഗ്രസ് ഒക്കെ അഴിമതി അടിച്ച എന്തിന് പ്രശ്നമില്ല. ഇപ്പൊ വയനാട്ടിലെ വീട് കോൺഗ്രസ് ഒന്നും വെച്ച് കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. ഐസി ബാലകൃഷ്ണൻ ഇപ്പൊ മന്ത്രിയാക്കാൻ പോണേ, മന്ത്രിയാണ്. അല്ല, ഐസി ബാലകൃഷ്ണൻ ഇപ്പോഴും മന്ത്രിയാക്കാൻ പോണേ. പുള്ളി പറഞ്ഞ പട്ടികജാതി പട്ടിക വകുപ്പ് തന്നെ എന്ന് പറഞ്ഞത്, മറ്റേ പിരിവ് പുള്ളി തീർന്നെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, നമുക്ക് വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പോയിട്ടുണ്ട്. അല്ല, സിദ്ദിഖൊക്കെ പിന്നെയും കുഴപ്പമില്ല, വീട് വെച്ച് കൊടുക്കാന്ന് പറ്റിയില്ല എന്നല്ലേ ഉള്ളൂ. അത് സ്പോൺസർ പറഞ്ഞാണെന്നെങ്കിലും പറഞ്ഞേക്കാം. ഐസി ബാലകൃഷ്ണൻ കേസ് അതല്ല. ഒന്ന് ആലോചിച്ച് നോക്കുക. ഐസി ബാലകൃഷ്ണൻ കേസ് എന്ന് പറഞ്ഞാൽ 25 ലക്ഷം രൂപ വീതം ആരോടും എല്ലാവരോടും മേടിപ്പിച്ചിട്ടാണ്. ജനങ്ങൾക്ക് ഇഷ്ടം എന്നും ഒരു സൗമ്യതയോടുകൂടി പെരുമാറുന്ന നേതാക്കളെയാണ്, അഹംഭാവത്തോടുകൂടി. അല്ല, സൗമ്യതയോട് അല്ല, രണ്ട് കാര്യങ്ങളുണ്ട്. ഈ സൗമ്യതയോട് പെരുമാറുന്ന ആളുകൾ എന്ത് ചെയ്താൽ മതി. ഒന്നാമത്തെ പഴയ തലമുറയൊക്കെ മാറി.
ഇപ്പൊ പുതിയ തലമുറ അല്ല, ഈ പുതിയ തലമുറയൊക്കെ സംബന്ധിച്ചിടത്തോളം അല്ല, എന്താ പറയാ, അഭിനയിച്ച് നിന്നാ മാത്രം അവരെ ചെയ്താൽ മതി. അല്ല, പുതിയ തലമുറയൊക്കെ ഇതൊന്നും ഈ പാർട്ടിക്കാർക്ക് മനസ്സിലാവുന്നില്ല. അല്ല, ഞാൻ പറയണത് പുതിയ തലമുറയൊക്കെ സംബന്ധിച്ചോളം വലിയൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഈ പഴയ CPM-ന്റെ ത്യാഗമോ അല്ലെങ്കിൽ പഴയ മറ്റേ ഭൂപരിഷ്കരണ സമരമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നേട്ടങ്ങളോ എങ്ങനെയാണ് എനിക്ക് അവർക്ക് 10 അറിയേണ്ട സെന്റ് വീട് ആവശ്യമില്ല. കിട്ടിയെന്ന് അറിയേണ്ട ആവശ്യമില്ല. ആവശ്യമില്ല. അവരെ സംബന്ധിച്ച് എന്താണ് കുറെ കൂടി ഒരു ചിരി കളി റീലുകൾ ഇതിലൊക്കെയാണ് നമ്മുടെ 90% ജനതയും അഭിരമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ബാക്കിയുള്ള ഒരു 10% ഈ പൊളിറ്റിക്കൽ വോട്ടിംഗ് ഒക്കെ നടത്തുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ച് ഈ പ്രതീതി നിർമ്മാണം എന്ത് ചെയ്യും? ഈ 10% ഇടക്കോട്ടാണ് കേരളത്തിൽ ഏതാണ്ട് 36,000 വന്ന ന്യൂസ് ചാനലുകൾ ഇരുന്ന് രാവിലെ ഇരുന്ന് ഉച്ചക്കും ഇരുന്ന് വൈകുന്നേരം ഇരുന്ന് എന്ത് ചെയ്യുന്നു? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ജീവിതത്തിൽ ഒരിക്കലും കാണാത്ത ഒരാളെ കുറിച്ച് നമുക്ക് ഭയങ്കര വെറുപ്പുണ്ടാവണേ. എങ്ങനെ ഉണ്ടാവുന്നു? ഒന്ന് ആലോചിച്ച് നോക്കണം. വലിയ പ്രശ്നമാണ്. അപ്പൊ അത് ഇനിയെങ്കിലും ഞാൻ പറഞ്ഞത് ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുന്നു. ഇന്നലെ പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ഇന്നലെ രാത്രി മുതൽ തന്നെ പണി തുടങ്ങിയില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ജയിക്കാൻ പറ്റില്ല. കാരണം ഇനി വരാനിരിക്കുന്നത് മറ്റേ ഭൂകമ്പവും സുനാമിയും ഒക്കെയാണ്. അപ്പൊ അതുകൊണ്ട് അതിൽ ഒലിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോഴും 80 ലക്ഷം വോട്ടുണ്ട്. ഈ 80 ലക്ഷം വോട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പലപ്പോഴും പറയാണ്ടില്ല. ഞാനിപ്പോ ഓർക്കുന്നത് ബംഗാളിലും ഇതേ അവസ്ഥ തന്നെയായിരുന്നു. ബംഗാളിലും മുമ്പ് BJPക്ക് 3 MLA-മാരായിരുന്നു. ഇന്നത്തെ അവസ്ഥ നോക്കി. അല്ല, അത് ഞാൻ ശരി തന്നെ. ഇപ്പൊ കോൺഗ്രസിന് പറഞ്ഞതല്ല, ഇതേ അവസ്ഥ തന്നെ കേരളത്തിലേക്ക്. അല്ല, അതേ അവസ്ഥ തന്നെ കേരളത്തിലേക്ക് വരും. ഇത് തിരുത്തലുകൾ ഉണ്ടായില്ലെങ്കിൽ. ഒന്ന് ഞാൻ പറഞ്ഞത് കോൺഗ്രസിനും ഇതേ അവസ്ഥ തന്നെയാണ്. സത്യത്തിൽ കോൺഗ്രസിന് ഇന്ത്യയിൽ BJP കഴിഞ്ഞാൽ ഏറ്റവും വലിയ വോട്ടുള്ള 13 കോടി വോട്ടറുള്ള ബേസ് ഉള്ള ഒരു പ്രസ്ഥാനമാണ്. പക്ഷെ അവരെ ഉത്തേജിപ്പിക്കാനും അവർക്കൊരു ലീഡർഷിപ്പ് കൊടുക്കാനും ആളില്ല. അപ്പൊ അതുകൊണ്ട് ഇന്ന് ശരിക്കും പറഞ്ഞപ്പോ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടുന്നുണ്ട്, സംസ്ഥാന കമ്മിറ്റി കൂടുന്നുണ്ട്. അപ്പൊ അത് രണ്ടും കൂടുമ്പോ ഇപ്പൊ പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കും, അതുപോലെ പാർട്ടി ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കും. ആ തീരുമാനങ്ങൾ നല്ലതെടുത്താൽ പാർട്ടിക്ക്